എപ്പിസോം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ന്യൂക്ലിയോയിഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ കാണുന്ന പ്ലാസ്മിഡിനെയാണ് നമ്മൾ എപ്പിസോം എന്ന് പറയുന്നത് കേട്ടോ. ന്യൂക്ലിയോയിഡിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന പ്ലാസ്മിഡിനെയാണ് നമ്മൾ എപ്പിസോം എന്ന് പറയുന്നത്. ഇത് അവിടെ നോക്കിക്കേ, ബാക്ടീരിയനെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ എൻവലപ്പും വരച്ചിട്ടില്ല. ജസ്റ്റ് ഐ ഹാവ് ഷോൺ ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയൽ സൈറ്റോപ്ലാസം. അതിനകത്ത് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ന്യൂക്ലിയോയിഡും കാണിച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയോയിഡിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കാണുന്ന പ്ലാസ്മിഡിനെയാണ് നമ്മൾ എന്ത് പറയാ, എപ്പിസോം എന്ന് പറയാം. അപ്പൊ നമ്മുടെ എപ്പിസോം എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആണ് കേട്ടോ, എപ്പിസോം എന്ന് പറയുന്നത്. സോ ദീസ് എപ്പിസോമിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പിസോം എന്ന് പറയുന്നത്. സോ ഹിയർ എക്സ്ട്രാ ക്രോമസോമൽ മെറ്റീരിയൽ പ്രസന്റ് ഇൻ ദ ബാക്ടീരിയ ദാറ്റ് ഇൻക്ലൂഡ് ദ പ്ലാസ്മിഡ് ആൻഡ് എപ്പിസോം. പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഡബിൾ സ്ട്രാൻഡഡ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ആണ്. ഡബിൾ സ്ട്രാൻഡഡ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ലൈക്ക് ദിസ്. ഇതിന് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനൊരു പർട്ടിക്കുലർ കോപ്പി നമ്പർ ഉണ്ടാക്കാനും ഉള്ള കഴിവുണ്ട്. പക്ഷെ ഈ എപ്പിസോം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി റിപ്ലിക്കേറ്റിംഗ് അലോങ് വിത്ത് ദ ന്യൂക്ലിയോയിഡിന്റെ ഒപ്പാണ് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്മിഡ് 3 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് ആർ പ്ലാസ്മിഡ്, കോൾ പ്ലാസ്മിഡ്, എഫ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു അല്ലെ. അതിനകത്ത് എഫ് പ്ലാസ്മിഡ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന, ഫെർട്ടിലിറ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന. ആർ പ്ലാസ്മിഡ് എന്ന് പറയുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്ന കൊളിസിൻ എന്ന് പറയുന്ന ടോക്സിൻ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാസ്മിഡ് ആണ്. കൊളിസിൻ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എസ്ക്രീഷ്യ കൊളൈ, കോൾ പ്ലാസ്മിഡ് ഇല്ലാത്ത എസ്ക്രീഷ്യ കൊളൈനെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കോൾ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പൊ കൊളിസിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ആണ്. കൊളിസിൻ എന്ന് പറയുന്ന ടോക്സിൻ എസ്ക്രീഷ്യ കൊളൈ കുറച്ച് ഇൻഫീരിയർ ആയി സുപ്പീരിയർ വെറൈറ്റി വന്നിട്ട് കുറച്ച് താഴെ, അതായത് കുറച്ച് അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത എസ്ക്രീഷ്യ കൊളൈനെ കൊന്നളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൊളിസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. Now we are going to see this fertility factor എങ്ങനെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Bacteria, actually the reproduction process in bacteria, that is binary fission. Bacteria reproduction എങ്ങനെയാണ്? Reproduction in bacteria, that is by binary fission. Reproduction in bacteria, that is by binary fission. This binary fission, actually this is amitotic division. Binary fission എന്താണ്? Amitotic division ആണ്. This is an amitotic division. There is no mitosis occur here. Mitosis നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ സെപ്റ്റൽ മീസോസോം വന്നിട്ട് ന്യൂക്ലിയോയിഡിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം അവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇല്ല, മൈറ്റോട്ടിക് ഡിവിഷൻ അല്ല നടക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അതാണ് സെപ്റ്റൽ മീസോസോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹിയർ ഓൾസോ ഐ എം സേയിങ് ദീസ് ബാക്ടീരിയ they are undergoing binary fission. That binary fission, that is amitotic division. Here there is no exchange of genetic material in between the two bacteria. ശരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് നടക്കുക അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മെയിൽ ഓർഗാനിസത്തിന്റെ സ്പേം ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മെയിൽ ഓർഗാനിസത്തിന്റെ സ്പേമിന്റെ ന്യൂക്ലിയസിൽ ഇരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഫീമെയിൽ ഓർഗാനിസത്തിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ജനറ്റിക് എക്സ്ചേഞ്ച് ഇറ്റ് ഒക്കേഴ്സ് ഫ്രോം മെയിൽ ടു ഫീമെയിൽ, റൈറ്റ്. അപ്പോൾ ഒരു ബാക്ടീരിയ എന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് ജനറ്റിക് എക്സ്ചേഞ്ച് നടന്നാൽ അത് ഏകദേശം സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലത്തെ ഒരു പ്രോസസ്സാന്നൊക്കെ നമുക്ക് പറയാൻ പാടില്ലേ. അങ്ങനെ ഒരു പ്രോസസ്സ് ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ഹിയർ ഇൻ ബാക്ടീരിയ പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ occurs. പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരിക്കലും ബാക്ടീരിയയുടെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ദിസ് ഈസ് ഫോർ ദ genetic material exchange. It occurs in two bacteria, that is representing as parasexual reproduction. Parasexual reproduction എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ കാണുന്ന 3 തരത്തിലുള്ള പ്രോസസ് ആണ്. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, നെക്സ്റ്റ് വൺ ട്രാൻസ്ഡക്ഷൻ, ദെൻ കോൺജുഗേഷൻ. ഓക്കെ, പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ 3 തരത്തിൽ നടക്കാം. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, നെക്സ്റ്റ് വൺ ട്രാൻസ്ഡക്ഷൻ, next one conjugation. Okay, what is transformation? Transformation is nothing but the direct intake of genetic material from the external media through the cell wall and cell membrane of the bacteria.
ബാക്ടീരിയയുടെ സെൽ വോളും സെൽ മെംബ്രെയിനും വഴി അവർ ജീവിക്കുന്ന എക്സ്റ്റേണൽ മീഡിയന്ന് ജനറ്റിക് മെറ്റീരിയലിനെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ +2 ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കും. സോ ഹിയർ ഐ എം ജസ്റ്റ് സെയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് bacteria will take the genetic material from their external surrounding media through their cell wall and cell membrane. Okay, അതായത് ഇപ്പൊ ഞാനൊരു ബാക്ടീരിയനെ ഒരു ന്യൂട്രിയൻ പ്ലേറ്റിൽ വളർത്താന്നിരിക്കട്ടെ. ആ ന്യൂട്രിയൻ പ്ലേറ്റിൽ ഏതെങ്കിലും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. എങ്ങനെയാ ന്യൂട്രിയൻ പ്ലേറ്റിൽ ജനറ്റിക് മെറ്റീരിയൽ വരുന്നതെന്ന് ചോദിച്ചാല് ബാക്ടീരിയ കുറെ എണ്ണം ചത്തുപോവാം അല്ലെ. ദ ബാക്ടീരിയ വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂട്രിയൻ മീഡിയ ഇഫ് ഇറ്റ് അണ്ടർഗോ ഡെത്ത് വാട്ട് ഹാപ്പൻ? ഒരു ഓർഗാനിസം ചത്തുപോയാൽ എന്താ പറ്റുക? അത് ഡീഗ്രേഡ് ചെയ്തു പോകും അല്ലെ, അത് ഡീകമ്പോസ് ചെയ്തു പോകും. ആ ഡികമ്പോസിഷനിൽ എന്താ സംഭവിക്കുന്നത്? അവരെ സെൽ വോള് ബ്രേക്ക് ആവും, സെൽ മെംബ്രെയിൻ ബ്രേക്ക് ആവും, സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് എല്ലാം പുറത്തു വരും. ഈ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് എല്ലാം പുറത്തു വരുമ്പോൾ ബാക്ടീരിയയുടെ ന്യൂക്ലിയോയിഡ് എവിടെ എത്തും? മീഡിയയിലെത്തും, എക്സ്റ്റേണൽ മീഡിയയിലെത്തും. അപ്പൊ അവിടെ ലൈവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസം ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോയിഡ് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ചോപ്പായി പോയാലും ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിഞ്ഞു പോയാലും അതിന്റെ ചെറിയ ചെറിയ പീസസ് വന്നിട്ട് ആ ബാക്ടീരിയ ലൈവ് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയയുടെ സെൽ വോളിന്റെ സെൽ മെംബ്രെയിന്റെ പോഴ്സ് വഴി അത് സൈറ്റോപ്ലാസത്തിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Okay, so transformation process through which the genetic material it can enter inside the cytoplasm through the cell wall and cell membrane. Okay, ini next process എന്താന്ന് വെച്ചാൽ transduction process ആണ് കേട്ടോ. Next process it is transduction process. Transduction process എന്ന് പറയുന്നത് എന്താ അറിയോ? So transduction process, in that we can see the genetic material exchange, it occurs between the two bacteria through a vector or a mediator that is called as the bacteriophage. Okay, ഒരു bacteriophage ഒരു ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ബാക്ടീരിയ, see here I'm just drawing one bacteria. നമുക്കറിയാം ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് എന്ത്? ബാക്ടീരിയോഫേജ്. So I'm just drawing one bacteriophage here. ഈ ബാക്ടീരിയോഫേജ് ഈ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാണ്. കണ്ട, ഈ ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാണ്. ബാക്ടീരിയ ഹാസ് ഇറ്റ്സ് ഓൺ ന്യൂക്ലിയോയിഡ്. This nucleoid, when this bacteriophage enters inside, bacteriophage ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ബാക്ടീരിയോഫേജ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ദിസ് ഹാസ് എ കേപ്പബിലിറ്റി ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ്സ് ഓൺ DNA or RNA ഇൻ ദ ന്യൂക്ലിയോയിഡ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ന്യൂക്ലിയോയിഡിലേക്ക് ഈ പറയുന്ന DNA-ക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയോയിഡിനെ അവർ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കും ആര്? ഈ വൈറൽ DNA ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കും. സോ ഹിയർ when this is coming inside, we can see this will be broken and open, and we can see this will be integrated inside like this. Okay, this will be integrated inside like this. What will happen in this, this bacteriophage DNA that will be undergoing multiplication. ഈ ബാക്ടീരിയോഫേജിന്റെ DNA ഈ ബാക്ടീരിയയുടെ DNAയുടെ ഒപ്പം എന്ത് നടക്കും? റിപ്ലിക്കേഷൻ നടക്കും. കുറെ പ്രാവശ്യം ഈ റിപ്ലിക്കേഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ ബാക്ടീരിയോഫേജിന്റെ DNA വന്നിട്ട് ഈ ബാക്ടീരിയയുടെ എന്താണ് മെഷീനറി ഒക്കെ യൂസ് ചെയ്ത് ഈ ബാക്ടീരിയോഫേജിന്റെ ക്യാപ്സിഡ് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് അതിന്റെ പ്രോട്ടീൻ കോട്ട് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കുറെ ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ കണ്ടത് ഇവിടുന്ന് ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്താൽ ഇതേപോലെ തന്നെ വേറൊരു ബാക്ടീരിയ ഉണ്ടാവും. പിന്നെ അത് 2 എണ്ണം ഡിവൈഡ് ചെയ്താൽ പിന്നെ 4 ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെ കുറെ എണ്ണം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബാക്ടീരിയോഫേജിന് ഒരു ഹോൾഡായി ബാക്ടീരിയയുടെ ഉള്ളിൽ. യെസ്, നൗ ഐ ക്യാൻ സിന്തസൈസ് മൈ ഓൺ പ്രോട്ടീൻ എന്ന് ഉള്ള ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ മെഷീനറി ഉപയോഗിച്ചിട്ട് ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ അതിൻ്റെ ക്യാപ്സിഡ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. ഈ ക്യാപ്സിഡ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്താൽ ഈ ബാക്ടീരിയോഫേജിന്റെ ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ അവർ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ദാറ്റ് വിൽ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻസൈഡ് ദിസ് വൺ. ഈ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ അവർ ഭയങ്കര സെൽഫിഷാണ്. അവർക്കൊരു
ഒട്ടും അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ലൂസ് ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നറിയോ, അവർ കുറച്ച് കയറ്റി വെച്ച് അങ്ങ് കട്ട് ചെയ്യും. കയറ്റി വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതാ ഇത്രയും വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യും. ഇത്രയും വെച്ച് കട്ട് ചെയ്യുമ്പോൾ വെൻ ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻസൈഡ് ദ ക്യാപ്സിഡ്, ക്യാപ്സിഡിന്റെ ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്ട്രക്ചർ ദാ ഇതേപോലെ ആയിരിക്കും. സീ ഹിയർ ദ ബാക്ടീരിയൽ DNA വിത്ത് ദ ഫാജ് DNA വി ക്യാൻ സീ. കണ്ട, ആ ബ്ലൂ കളറും വന്നു, അതേപോലെ തന്നെ ബ്ലാക്ക് കളറും വന്നു. ബ്ലാക്ക് കളർ ആരുടെ DNA ആ? ബാക്ടീരിയയുടെ DNA ആണ്. ഈ ബാക്ടീരിയയുടെ DNA ക്യാരി ചെയ്യുന്ന ഈ ബാക്ടീരിയോഫേജ് ഇങ്ങനെ ക്യാപ്സിഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല പണി അതിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്നത്. ഹി വിൽ ബ്രേക്ക് ഓപ്പൺ ദ സെൽ വോൾ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയ ഇത്രയും നാളും അവർക്ക് ഷെൽട്ടർ കൊടുത്തതും അവരുടെ ക്യാപ്സിഡ് സിന്തസൈസ് ചെയ്യാനുള്ള മെഷീനറി എല്ലാം പ്രൊവൈഡ് ചെയ്തൊക്കെ മറന്നു പോകും ബാക്ടീരിയോഫേജ്. ഇറ്റ് വിൽ ബ്രേക്ക് ഓപ്പൺ ദ വോൾ ഓഫ് ദിസ് ബാക്ടീരിയ and it will come out from it. Okay, ഇവിടുന്ന് ബാക്ടീരിയോഫേജ് പുറത്തു വന്നു കഴിയുമ്പോൾ ഈ ബാക്ടീരിയോഫേജിന്റെ ഉള്ളിലിരിക്കുന്ന DNA എങ്ങനെയായിരിക്കും അറിയോ, അല്ലെങ്കിൽ ഈ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയായിരിക്കും അറിയോ, ഇതിന്റെ സ്വന്തം ജനറ്റിക് മെറ്റീരിയലും അതേപോലെ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഒരു പോർഷൻ ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ കാണും. മനസ്സിലായോ? when this is incorporating or when this is infecting the other bacteria, വേറൊരു ബാക്ടീരിയനെ പോയി ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് we can see this bacteria will be having its own nucleoid, and when it is getting infected with a bacteriophage which carrying the previous host organism's genetic material, previous host organism's genetic material that consists of see here, this will be consisting this kind of genetic composition. അതായത് ആദ്യത്തെ ബാക്ടീരിയയുടെ കുറച്ച് ജനറ്റിക് മെറ്റീരിയൽ ഇവിടുന്ന് രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ജനറ്റിക് മെറ്റീരിയലും കൂടി കൂടിയിട്ടായിരിക്കും നെക്സ്റ്റ് ബാക്ടീരിയക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക, ഇവിടുന്ന് ഈ ബാക്ടീരിയോഫേജ് ഇവിടെ ഇൻഫെക്ട് ചെയ്തപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്ത് എടുത്ത ജനറ്റിക് മെറ്റീരിയൽ അടുത്ത ബാക്ടീരിയക്ക് കൊണ്ടു കൊടുത്തു. when it is giving infection to next host organism. Okay, so there we can see the genetic exchange, it occurs between the two bacteria. This genetic material, it is carried out by the virus which is infecting the bacteria, which will be carrying the previous host organism's genetic material to next host organism. അല്ലെ, ആദ്യത്തെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ നെക്സ്റ്റ് ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. ആര്? ബാക്ടീരിയോഫേജ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്ഡക്ഷൻ പ്രോസസ് എന്ന് പറയാം. മനസ്സിലായോ ട്രാൻസ്ഡക്ഷൻ പ്രോസസ് എന്താന്ന്? Now we are going to see the conjugation process. ഈ conjugation process നടക്കുന്നത് പ്ലാസ്മിഡ് അല്ലെങ്കിൽ എപ്പിസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ള ബാക്ടീരിയയിലാണ് കോൺജുഗേഷൻ നടക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോൺജുഗേഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം. See, this is a plasmid with its genetic material. ന്യൂക്ലിയോയിഡും പ്ലാസ്മിഡും ഉള്ള ഒരു ബാക്ടീരിയൽ സെല്ലാണ് കാണിച്ചിട്ടുള്ളത്. when this is undergoing conjugation, conjugation നടക്കുന്ന സമയത്ത്, conjugation എന്ന് പറയുന്നത് when the plasmid is present inside the bacteria, this plasmid will be having its own origin of replication. ആ origin of replication സൈറ്റിന് ഒരു കപ്പാസിറ്റി ഉണ്ടാക്കും. കപ്പാസിറ്റി കൂടിയ origin of replication ഉള്ള പ്ലാസ്മിഡ് ഒരുപാട് കോപ്പി നമ്പർ ഉണ്ടാക്കും. ആ പ്ലാസ്മിഡിന്റെ കോപ്പി നമ്പർ ഒരുപാട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്മിഡിനെ പോലത്തെ ഒരു 100 പ്ലാസ്മിഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ 1-2 പ്ലാസ്മിഡേ കാണുള്ളൂ. സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ പ്രസന്റ് ഇൻ ദ പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡിന്റെ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഈ പ്ലാസ്മിഡ് ഒരുപാട് കോപ്പീസ് അല്ലെങ്കിൽ ലെസ് നമ്പർ ഓഫ് കോപ്പീസ് പ്ലാസ്മിഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ ഹിയർ വാട്ട് ഹാപ്പൻ യു നോ, ഈ പ്ലാസ്മിഡ് ഒരു എഫ് പ്ലാസ്മിഡ് ആണെങ്കിൽ, ആ എഫ് പ്ലാസ്മിഡിന്റെ കേസാട്ടോ ഞാൻ പറഞ്ഞത്, ഫെർട്ടിലിറ്റി ഫാക്ടർ കണ്ടെയ്നിങ് പ്ലാസ്മിഡ് ആണെങ്കിൽ ആ ബാക്ടീരിയയുടെ പുറത്തുള്ള പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ, പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്? പിലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഗ്രോത്ത് ആണ് പിലി എന്ന് പറയുന്ന. പിലിയുടെ ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ പിലി കുറച്ച് ചെറുതായിട്ടുള്ളതാണ് ഫിംബ്രിയെ, ബ്രിസ്റ്റിൽ ലൈക്ക് സ്ട്രക്ചർ ഫോർ ദ അറ്റാച്ച്മെന്റ്. കുറച്ച് നീളമുള്ള പിലി എന്ന് പറയുന്നത് കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീളമുള്ള പിലി എന്നല്ല, പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ.
പിലി നീളം കുറഞ്ഞതിന് നമ്മൾ വേറെ പേരിട്ടാണ് വിളിക്കുന്നത്, ഫിംബ്രിയ എന്ന് കേട്ടോ. അപ്പൊ പിലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പിലി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ, ബാക്ടീരിയൽ വോളിൽ നിന്നുള്ള ആ എക്സ്റ്റൻഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that will help in making the conjugation tube. Conjugation tube ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. So here we can see this plasmid when it is present inside a bacteria which has fertility factor, അതിനെ നമ്മൾ F+ strain of bacteria എന്ന് പറയാം. അതായത് ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ ഒരു ന്യൂക്ലിയോയിഡും ഉണ്ട്, ഒരു പ്ലാസ്മിഡും ഉണ്ട്. ഈ പ്ലാസ്മിഡ് F പ്ലാസ്മിഡ് ആണെന്നിരിക്കട്ടെ, ഇതിനെ നമ്മൾ F+ strain എന്ന് പറയും. This plasmid it will undergo and it will make several copies in it. ഈ പ്ലാസ്മിഡ് കുറേ കോപ്പീസ് ഉണ്ടാക്കും. Now this will, when it is coming in contact with a bacteria that has only nucleoid in its strain, ഇതേ സ്ട്രെയിനിലുള്ള അല്ലെങ്കിൽ ഇതേ സ്പീഷീസിലുള്ള സെയിം ടൈപ്പ് ഓഫ് ബാക്ടീരിയനെ വേറെ ഒന്നിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഈ F പ്ലാസ്മിഡ് ഇല്ല എന്നിരിക്കട്ടെ, ആ സമയത്ത് ഈ F പ്ലാസ്മിഡ് containing bacteria that will extend its pili towards the F- strain. So here this we can say as F-, and we can see this plasmid will be exchanged to this side. അതായത് ഇവിടുന്ന് ഈ പ്ലാസ്മിഡ് ഒരെണ്ണം എങ്ങോട്ടേക്ക് പോകും, ഈ ഭാഗത്തേക്ക് പോകും. So here we can say in the next stage we can see this will be having an F+ plasmid, and this also will be having an F plasmid. ഇതിനകത്ത് രണ്ടിനകത്തും F പ്ലാസ്മിഡ് കാണാൻ കഴിയും. സോ ഹിയർ F+ ആൻഡ് F+, ബിക്കോസ് ഈ കോൺജുഗേഷൻ ട്യൂബിൽ പ്ലാസ്മിഡ് പാസ് ചെയ്ത് ഉടനെ തന്നെ അത് വിഡ്രോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ആ കോൺജുഗേഷൻ ട്യൂബ് ഇല്ലാത്തത്. സോ ഹിയർ വി ക്യാൻ സേ F+ when it is combining with an F- strain, it will convert F+ and F+. Is it clear? This is a kind of conjugation which is associated with the F plasmid. F plasmidinode associate ആയിട്ടുള്ള ഒരു conjugation process ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. Now we will see in the case of episome. Episomeൽ എങ്ങനെയാണ് fertility factor ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. So here this is an episome. Okay, ഇത് ഒരു എപ്പിസോം ആണ്. കണ്ട ഈ എപ്പിസോം, how it is making a conjugation in between the two bacteria. Now we will see this bacteria, what will happen, when this bacteria will undergo conjugation, before the conjugation process this will undergo multiplication. അതായത് ഇതുപോലെ ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ട്, ഇതിന് വേറൊരു ന്യൂക്ലിയോയിഡും കൂടി അത് റിപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കും. അതാണ്ട ഇതുപോലെ ഒരു ന്യൂക്ലിയോയിഡ്, എപ്പിസോമോട് കൂടി ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ട്. അതേപോലെ തന്നെ here we can see another nucleoid, it is formed. വേറൊരു ന്യൂക്ലിയോയിഡും കൂടെ ഇവിടെ ഫോം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. Now when this is undergoing conjugation, when this is meeting another F- strain, F- strain കാണുമ്പോൾ F- strainുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ here we can see when this is in contact with an F- strain, this F- strain do not have this episome. അവർക്ക് എപ്പിസോം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, this will make a conjugation tube immediately. ഇതൊരു conjugation tube immediate ആയിട്ട് ഉണ്ടാക്കും. This conjugation tube when it is making, what will happen, the replicated copy of this nucleoid and episome, episominde replicated copy of episome and nucleoid, അതന്നെ നമ്മുടെ ഈ ഓർഗാനിസത്തില് റിപ്ലിക്കേഷൻ നടന്നുണ്ടായിട്ടുള്ള ആ ന്യൂക്ലിയോയിഡും എപ്പിസോമും കൂടി കൂടിയിട്ട് എവിടെയാണോ എപ്പിസോം ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്, അത് റീകമ്പൈൻ ചെയ്തേക്കുന്നത്, ന്യൂക്ലിയോയിഡുമായിട്ട് റീകമ്പൈൻ ചെയ്തേക്കുന്നത് അവിടെ അങ്ങ് ബ്രേക്ക് ആവും. കണ്ടത് അവിടെ ബ്രേക്ക് ആയി. സോ ഹിയർ ദിസ് ഹാസ് ബ്രോക്കൺ ഇൻ ദിസ് റീജിയൻ ആൻഡ് വി ക്യാൻ സി ദിസ് എൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് പാസിംഗ് ടുവേർഡ്സ് ദിസ് വൺ. ഈ എൻഡ് ഇതാ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ തുടങ്ങും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ മേക്ക് എ സ്മോൾ ന്യൂക്ലിയോയിഡ്, ഇറ്റ് വിൽ ബി കമ്മിങ് to this region. Here we will say this strain as not F+ strain, it is HFR strain. HFR strain എന്ന് പറയുന്ന വേറൊന്നല്ല, ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ ആണ് കേട്ടോ.
ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ. എന്തുകൊണ്ടാണ് ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് പറഞ്ഞുതരാം. എന്താണെന്നറിയോ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ? ഈ എപ്പിസോമിന് ഈ ന്യൂക്ലിയോയിഡുമായിട്ട് റീകമ്പൈൻ ചെയ്യാനൊരു ഫ്രീക്വൻസി ഉണ്ട്. അതിനെയാണ് ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ സ്ട്രെയിൻ ആയിട്ടുള്ള ഈ ബാക്ടീരിയ ഒരു എഫ് മൈനസ് സ്ട്രെയിൻ കണ്ടു കഴിയുമ്പോൾ, ഒരു എഫ് മൈനസ് സ്ട്രെയിനുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ദിസ് വിൽ അണ്ടർഗോ കംപ്ലീറ്റ് റിപ്ലിക്കേഷൻ. എപ്പിസോമിന് മാത്രമല്ല റിപ്ലിക്കേഷൻ നടക്കുക, ന്യൂക്ലിയോയിഡോട് കൂടി എപ്പിസോമോട് കൂടി റിപ്ലിക്കേഷൻ നടക്കുകയും റിപ്ലിക്കേഷൻ നടന്ന ആ കോപ്പിയുടെ ആ റീകമ്പൈൻ ചെയ്തിരിക്കുന്ന ഭാഗം വിട്ടുപോവുകയും ആ റീകമ്പൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് ന്യൂക്ലിയോയിഡ് ഒരു ഹെഡ് പോലെ ഇങ്ങനെ നീണ്ടു വരികയും ഇത് ടെയിലായിട്ട് എപ്പിസോം ടെയിലായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ എന്താവും? ഇതിന്റെ ഒരു ന്യൂക്ലിയോയിഡിന്റെ ഒരു പോർഷൻ ഈ എഫ് മൈനസ് സ്ട്രെയിനിലേക്ക് പോയിട്ടുണ്ടാവും. ഈ എഫ് മൈനസ് സ്ട്രെയിനിലേക്ക് ന്യൂക്ലിയോയിഡിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ പോവുള്ളൂ, അത് കംപ്ലീറ്റ് എപ്പിസോമോട് കൂടി പോവില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈ കോൺജുഗേഷൻ ട്യൂബ് ഒരുപാട് നേരം നിലനിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ദ കോൺജുഗേഷൻ tube it will be withdrawn very fast. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? ഇങ്ങനത്തെ കേസില് when the bacteria is formed, when the new bacteria F minus strain, when it is combining with this HFR strain, what will happen? You see, this is the actual nucleoid which is not undergoing exchange. ഉണ്ടോ? ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നതാണ് ഇത് കേട്ടോ. ഇനി ഇതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ we can see an episome will be completely present here and we can see a small piece of nucleoid will be present in this. കാരണം എന്താ? ബാക്കി ന്യൂക്ലിയോയിഡ് ദാ ഇങ്ങോട്ടേക്ക് പോയി. And we can see in this case this bacteria will be having its own nucleoid like this and it will be having a small copy of the HFR strains nucleoid. ഇവിടെ ഈ എപ്പിസോമിന് ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ളൂ അല്ലേ? എപ്പിസോമിനല്ലേ ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എപ്പിസോം എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണ് കോൺജുഗേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇല്ലാത്ത ഫാക്ടറാണ് ഇങ്ങോട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ലേ എഫ് പ്ലസ് സ്ട്രെയിൻ ചെയ്തത്? എഫ് പ്ലസും എഫ് മൈനസും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ എഫ് പ്ലസ് സ്ട്രെയിൻ കൊണ്ട് വന്നിട്ട് അവരുടെ അഡീഷണൽ ആയിട്ടുള്ള പ്ലാസ്മിഡ് ആണ് കൊടുത്തത്. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവർക്കുള്ള ന്യൂക്ലിയോയിഡ് തന്നെയാണ് ഇങ്ങോട്ട് കൊടുത്തത്. സോ ഹിയർ വി ക്യാൻ സേ when HFR strain combined with an F minus strain, this HFR strain it remain as HFR and this F minus it remain as F minus itself because it has not received the fertility factor containing episome. Episome ഇവര് റിസീവ് ചെയ്തിട്ടില്ല. കാരണം എന്താ? എപ്പിസോം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് റിപ്ലിക്കേഷൻ നടന്നെങ്കിലും ഇവിടുന്ന് ന്യൂക്ലിയോയിഡിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് അതിന്റെ ഹെഡ് റീജിയൻ ആയിട്ട് മുമ്പോട്ടേക്ക് മൂവ് ചെയ്തതും അതേപോലെ എഫ് മൈനസ് സ്ട്രെയിനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തതും. കോൺജുഗേഷൻ ട്യൂബ് അധിക സമയം നിലനിൽക്കില്ലാത്തത് കൊണ്ട് കോൺജുഗേഷൻ ട്യൂബ് വിഡ്രോ ചെയ്താൽ പിന്നീട് ഈ എപ്പിസോമിന് കടന്നു പോകാനായിട്ട് വേഗിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റിപ്ലിക്കേഷൻ നടന്ന ഈ കോപ്പിയിൽ എപ്പിസോമിന്റെ അളവ് കൂടുതലും അതിന്റെ ന്യൂക്ലിയോയിഡിന്റെ അളവ് കുറവായിരിക്കും. ആ ന്യൂക്ലിയോയിഡ് എങ്ങോട്ട് പോയതാണ്? എഫ് മൈനസ് സ്ട്രെയിനിലേക്ക് പോയതാണ്. ഒരാവശ്യമില്ലാതെ എഫ് മൈനസ് സ്ട്രെയിനിന് ഉണ്ടായിരുന്ന ജനറ്റിക് മെറ്റീരിയലിനെ അതേ ജനറ്റിക് മെറ്റീരിയലിന് തന്നെ വീണ്ടും റിസീവ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. സോ ഹിയർ HFR strain it has combined with F minus strain and it has formed HFR and F minus itself. And this strain if we want we can represent as merozygote. അതിനെ വേണമെങ്കിൽ നമുക്ക് merozygote എന്ന് റെപ്രസെന്റ് ചെയ്യാം. കാരണം എന്താ? ഇതൊരു സൈഗോട്ട് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? കാരണം എന്താ? ഈ ബാക്ടീരിയ ഒക്കെ ഹാപ്ലോയിഡ് സെല്ലാണ്. ബാക്ടീരിയക്കൊക്കെ സിംഗിൾ സെറ്റ് ക്രോമസോമേ ഉള്ളൂ. ഈ സിംഗിൾ സെറ്റ് ക്രോമസോമിന്റെ ഒപ്പം ഒരു ഇത്തിരി ക്രോമസോം കൂടി വന്നപ്പോൾ ഏകദേശം ഒരു 2 sets ക്രോമസോം ഉള്ള പോലെയായി. ശരിക്കും പറഞ്ഞാൽ 2 sets ക്രോമസോം വന്നിട്ടില്ല. But still we will represent this as merozygote. We will not represent it as a complete zygote. Okay, it is called as merozygote. Okay. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ ഇത്രയും പറഞ്ഞു നിർത്താം. നമ്മൾ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ പ്രോസസ്സും അതുപോലെ എപ്പിസോമും എന്താണെന്നാണ് പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൊണീറയുടെ കേസിൽ കുറച്ച് എക്സ്ട്രാ പഠിച്ചെങ്കിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഈ ഭാഗത്തുനിന്ന് കേട്ടോ.